പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ അവധിയെല്ലാം തീർന്നു കേട്ടോ. വെക്കേഷൻ കഴിഞ്ഞു. അവധി തീർന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമാ. അപ്പൊ ഇന്ന് ഇവരെ കൊണ്ടുവിട്ടേക്കാം. ഇവൻ നുന്നുവിനെയൊക്കെ കൊണ്ടുവിട്ടേക്കാം. ഇവൻ രാത്രി ആവുമ്പോ വീട്ടിൽ പോണെന്ന് പറയും. രാവിലെ ആവുമ്പം ഇന്നലെ വരെ ഇന്ന് വീട്ടിൽ പോണെന്നായിരുന്നേ. രാവിലെ പറയും ഞാൻ 2 ദിവസം കഴിഞ്ഞു നോക്കോളാം. ഒരു വൈകുന്നേരം ആവുമ്പോ വീട്ടിൽ പോണം. ആണോടാ, നാളെ കഴിഞ്ഞേ പോകുന്നുള്ളോ? അവളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരാന്നും പറഞ്ഞാ ആണോ? അവനെ എന്നാന്നറിയോ, 2 ദിവസം അവിടെ നിൽക്കുകയാണെങ്കിൽ അവധി കിട്ടുമല്ലോ, സ്കൂളിൽ പോകണം. അത് ഓർത്താ ഇന്ന് അറിഞ്ഞേ. അവളെ കൊണ്ട് വിട്ടിട്ട് വരാല്ലേടാ. എനിക്കും പോകണം. എന്നാ പോയേക്കാം. നമ്മളെവിടെ പോവാ കേശു? വീട്ടിലേക്ക്. കേശുവിന്റെ വീട്ടിലോട്ട് പോവാ. കേശു ബീച്ചിൽ പോകാൻ ഇറങ്ങിയ കേശു ഇവിടെ വന്ന് 3-4 ദിവസം തകർത്ത് വാരി കളിച്ച് അല്ലേ. നാളെ മുതൽ സ്കൂളിൽ പോണം. അമ്പലത്തിലെ തിരുവാതിരയുടെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നോ? എടുത്തിട്ടുണ്ടായിരുന്നോ? ഇന്നലെ ധനുമാസത്തിലെ തിരുവാതിര, നല്ല തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിര പുഴുക്കുണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. സൂപ്പർ പരിപാടിയായിരുന്നു. അതെ, ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു. രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴേ എന്നെ രാജുവേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞേ, ഇത് തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കിയതൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുക, അന്ന് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അന്നേരം ഞാൻ കുഞ്ഞിയെ വിളിച്ചു പറഞ്ഞേ. ഞാൻ പോയി ചെറിയൊരു പാത്രമാണ് കൊണ്ടുപോയത്. അന്നേരം ചോദിച്ചത് ഇത് കൊണ്ടുവന്ന ഒരു വലിയ അണ്ടാവും, അത് കൊണ്ടുവരത്തില്ലായിരുന്നു, കൊറേ ഇരിക്കുക, ഒരു കവറില്ലാത്തോടെ നിറച്ചു. അതെല്ലേ, എന്നാണല്ലേ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് അല്ലേ. ഒന്നിച്ചിട്ടല്ലേ റെഡിയാക്കുന്നത്. അതെ, ചൂട് കഞ്ഞിയും പുഴുക്കും അച്ചാറും നല്ല സൂപ്പർ ടേസ്റ്റ്. നമ്മൾ ഈ അന്യാർതുള വഴിയാണ് കേട്ടോ പോകുന്നത്. പക്ഷെ നല്ല അടിപൊളി സ്ഥലങ്ങളായി ഈ ഭാഗമെല്ലാം. ഇതെന്തോ വീടുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണോ? നല്ല ലാൻഡ്സ്കേപ്പ്. അത് കഴിഞ്ഞിട്ട് താഴത്തെ പാലത്തിന്റെ അവിടെ ആയത്. അവിടുന്ന് നമ്മൾ തിരിഞ്ഞ് നേരെ തുളുവിലേക്ക് പോകുന്ന വഴിയാ. അടിപൊളിയാ. കേശു എന്നാ പറഞ്ഞ് സ്വാഗതം പറഞ്ഞതിന്, വീഡിയോയ്ക്ക് സ്വാഗതം പറയുന്നതിന് അവന് എന്നാ വേണമെന്ന് പറഞ്ഞ്? ജ്യൂസോ? കൊള്ളാലോടാ. ഒരു സ്വാഗതം പറഞ്ഞതിന് നിനക്ക് ജ്യൂസ് കൈക്കൂലി തന്നോ അല്ലേ? എന്നാടാ മിണ്ടുന്നില്ലല്ലോ. എനിക്ക് വീട്ടിൽ പോകണ്ട. ഇന്നലെ വരെ എനിക്ക് ഇപ്പം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞവനാ. നേരം വെളുത്തപ്പോൾ അവൻ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഈ പുളിയമ്മലയൊക്കെ നല്ല അടിപൊളി സ്ഥലമല്ലേ. അതെ, ഏലത്തോട്ടത്തിന്റെ മെയിൻ കേന്ദ്രങ്ങളാണ് പുളിയമ്മലൊക്കെ. എപ്പോഴും തണുപ്പല്ലേ. അതെ, ഉച്ചയായ പക്ഷെ എപ്പോഴും നല്ല തണുപ്പാ. ഏലക്കാടുകളല്ലേ മൊത്തം, അതുകൊണ്ടാ. ഈ നമ്മൾ പോകുന്ന വഴിക്ക് വെള്ള ഇഷ്ടം പോലെ ഉണ്ട്. കൈപ്പങ്കാട് പോലെ തന്നെ ഇരിക്കും. അതിന് സ്മെല്ലും ഉണ്ട് കേട്ടോ. അല്ലേ, ഈ അന്യാർതുള പുളിയമ്മല റൂട്ടിലെ ഇവിടെ കുറച്ച് വീടുകളും നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇവിടെ മിക്കവാറും ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നേരത്തെ ഇവിടെ ഒന്നും വീടുകളേ ഇല്ലായിരുന്നു. സ്ഥലത്തിന്റെ പേര് കഞ്ഞിപ്പാറ എന്നാ കേട്ടോ. കഞ്ഞിപ്പാറ. അതെ, കഞ്ഞിപ്പാറ കയറ്റം. വലിയ കയറ്റവും മറ്റേ ചെളി പിടിച്ച വഴിയും ഒക്കെ ആയിരുന്നു പണ്ട്. ജീപ്പ് മാത്രം വരുന്ന റോഡും അതൊക്കെ പോയി എല്ലാം നല്ല ടാറിങ് ആയില്ലേ. അതെ അതെ, തുളുവിന് നേരത്തെ പുളിയമ്മലേന്നേ ട്രിപ്പ് ജീപ്പ് മാത്രമേ ഉള്ളേ. അപ്പൊ അത് ജീപ്പ് ഫുള്ളായി 2 സൈഡിലും തൂങ്ങി നിൽക്കാനും കൂടെ ആളായി കഴിഞ്ഞാൽ ജീപ്പ് പോവുള്ളൂ. അന്ന് ഇതിലെ ജീപ്പ് ഓടിച്ചോണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് ലോറി ഓടിക്കുന്നുണ്ട്. അതെ അതെ, അതൊക്കെ ഒരു പഴയകാല ഓർമ്മകളാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ജീപ്പിന്റെ പുറകെ ഞാൻ നിന്ന് വരും. ഞാൻ നിൽക്കാൻ ആള് കൂടുതലാ. ഹീറോയാണ് ഭയങ്കര. അന്നത്തെ ഹീറോകളാണ് വണ്ടിയുടെ പുറകെ ഞാൻ നിൽക്കുന്നത്. പണ്ടൊക്കെ കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെയല്ലേ, പിന്നെ എല്ലാരും കേറി ഫുള്ളാകാൻ നോക്കിയിരിക്കല്ലേ ആൺപിള്ളേരല്ല. പുറകിൽ ഒരു 3-4 ഞാൻ നിൽക്കും. പിന്നെ അങ്ങനൊന്നും ആരും പോകുന്നില്ലല്ലോ. അതെ, അതൊക്കെ പറഞ്ഞ ഉമ്മാര് വിശ്വസിക്കുപോലുമില്ല. അതൊക്കെ ഒരു കാലം. അങ്ങനെ നമ്മൾ പുളിയമ്മല എത്തി കേട്ടോ. അതെ, ഇപ്പൊ തിരക്കില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തിരക്കാവേ. ഞായറാഴ്ച ആയതുകൊണ്ടേ പിന്നെ ബംഗാളികളുടെ തിരക്കാ. അതെ, പക്ഷെ നേരത്തെ അത്ര ആളില്ല കേട്ടോ. ഇല്ല, കുറവല്ലേ. അല്ല, ഇപ്പൊ പണിക്കാരായിട്ടാണെങ്കിലും ആളില്ലല്ലോ. നമ്മളിപ്പോ ഒരാളെ ഇന്ത്യക്കാരുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാ പറയുന്നത്. കാരണം ആരും ഇല്ല, എല്ലാരും തിരിച്ച് അവരുടെ നാടുകളിലേക്കൊക്കെ പോയി. അവർക്ക് ആവശ്യത്തിനുള്ള സമ്പാദിച്ചെന്ന് തോന്നുന്നു അവരെ. അവർക്ക് നമ്മുടെ ഇവിടുത്തെ അത്ര ഇത് വേണ്ടല്ലോ. ലക്ഷറി ആയിട്ടല്ലല്ലോ. അവർക്ക് ഒരു കട്ട വെച്ച വീട് വേണം, പിന്നെ ജീവിക്കാനുള്ള അത്യാവശ്യം അത്രയൊക്കെ ആയി കാണും. ഇത്ര ആഗ്രഹങ്ങളൊക്കെ ഉള്ളു, അതൊക്കെ കൊണ്ട് അവര് തൃപ്തിപ്പെടും. അതെ, അതുകൊണ്ട് ഇപ്പൊ ആൾക്കാരെ പണിക്കും കിട്ടാനില്ല. ഇനിയിപ്പോ വേറെ എവിടുന്നെങ്കിലും ആളെ കൊണ്ടുവരണമെന്നാ തോന്നുന്നു. ഇനി അടുത്ത വേറെ എവിടുന്നെങ്കിലും
ഇതുപോലുള്ള ആൾക്കാരുണ്ടോ എന്ന് നോക്കണം. അതെ അതെ. ഇനി പുളിയമ്പല ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണോ? ഓ, കോളേജിലൊക്കെ പഠിക്കണോ? പിന്നെ കോളേജിലൊക്കെ പഠിക്കണ്ടേ? ഞാൻ അതിന് 8ാം ക്ലാസ് പാസ്സാവട്ടെ. ഇപ്പൊ നാളെ ഇപ്പം സ്കൂളിൽ ചെല്ലുമ്പോ അറിയാല്ലേ, മാർക്കൊക്കെ കിട്ടുമ്പോ അറിയാം. എന്റെ സ്കൂളിൽ PTA ഇല്ലെന്നാ പറഞ്ഞേ. PTA ഉണ്ടേലും ഇല്ലേലും പേരൻസിന് സ്കൂളിൽ ചെല്ലാലോ. അല്ല, പേരൻസിനെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കുവാ. അത് കുഴപ്പമില്ല, 2 ദിവസം കഴിയട്ടെ. മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഞാനേ റെഡിയാക്കി തരാവേ. അല്ല, എല്ലാ ദിവസവും അച്ഛനാണല്ലോ രാവിലെ കൊണ്ടുവിടാൻ വരുന്നത്. അതെ, അപ്പൊ ഞാൻ സാറിനെ കണ്ടോളാം കേട്ടോ. അതുകൊണ്ടോ മറ്റേ സ്റ്റോറിലോട്ടുള്ള ലോഡാ. അത് തടി കണ്ടോ? ലേലം സ്റ്റോർ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന ഒരേ ഷേപ്പിലല്ലേ? അതാ പറഞ്ഞ ഒരേ നല്ല കാതലുള്ള തടിയാ. അതെ, ഈ ഉണങ്ങാനായിട്ട് നല്ല കാതലുള്ള തടി വേണം. അത് മറ്റേ കാറ്റാടിയുടെ കാറ്റാടിയല്ല, കരിവേലകം എന്നൊക്കെ പറഞ്ഞിരുന്നു. നല്ല കാതല അതിന്. ഇത് കറക്റ്റ് ഏലം സ്റ്റോറിലോട്ട് കൊണ്ടുവന്ന വിറക് വെച്ച് ഉണങ്ങുന്ന സ്റ്റോറില്ലേ. അത് കൂടാതെ ഇപ്പൊ ഇലക്ട്രിക് ഒക്കെ ആയിട്ടുണ്ട് ഒത്തിരി. നമുക്കൊരു സ്റ്റോറിനുള്ള പരിപാടിയൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. എല്ലാം റെഡി ആകുന്നു. കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ പറഞ്ഞാൽ ഇഷ്ടം. മലയാളത്തിൽ പറഞ്ഞാൽ കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളത്. കട്ടിയുള്ള അതിന്റെ ഉൾവശം കണ്ടോ, നല്ല കട്ടിയല്ലേ, പെട്ടെന്ന് കത്തി തീരുവല്ല, നല്ല ചൂടുമായിരിക്കും. നീ തമിഴിലുള്ള കാതല ഉദ്ദേശിച്ചല്ലേ? നിന്റെ പ്രായത്തിന്റെ കുഴപ്പം. നമുക്ക് മലയാളത്തിൽ കാതലുണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ. മലയാളത്തിൽ കാതലുണ്ട്. ഓരോ വാക്കുകൾക്കും ഒരേ ഭാഷയിൽ തന്നെ വേറെ വേറെ അർത്ഥങ്ങളുണ്ട്, അറിയാവോ? പല പല വാക്കുണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചും വ്യത്യാസം വരും. ഇതാണ് കേട്ടോ പോലീസ് വളവ്. ഈ വളവിനാണ് പോലീസ് വളവ് എന്ന് പറഞ്ഞത്. ഇവിടെ പണ്ടൊരു പോലീസ് വണ്ടി ആക്സിഡന്റ് ആയതാ. അങ്ങനെ ഈ വളവിന് പോലീസ് വളവെന്ന് പേര് വന്നേ. കട്ടപ്പന പുളിയമ്പല റൂട്ടിലാ. ഈ പുളിയമ്പലെന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന ഇതുപോലത്തെ ഒരു 5 വളവുണ്ടല്ലേ, വലിയ വളവ്. വളവൊക്കെ ഇഷ്ടം പോലെ. ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അനൂപ് ട്രാവൽസിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഈ പോലീസ് വളവിനെ കുറിച്ചൊരു ഡ്രോൺ ഷോട്ട് ഒക്കെ എടുത്തു. നല്ല രസം. അങ്ങനെ നമ്മൾ കട്ടപ്പന ടൗണിലേക്ക് കയറി കേട്ടോ. കട്ടപ്പന പാറക്കടമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് കട്ടപ്പന ടൗൺ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം വന്നത് കണ്ടോ, അത് സാഗര ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ 1 വേ ഇറങ്ങി വരുന്ന കാണുന്നത്. അത് കഴിഞ്ഞ് 1 വേ കറങ്ങി നമ്മൾ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. 1 വേ കറങ്ങി മേടി ചെന്നിട്ട് സെൻട്രൽ ജംഗ്ഷനിൽ ചെല്ലും. പണ്ടത്തെ കട്ടപ്പന പോലൊന്നും അല്ല, ഇപ്പൊ കട്ടപ്പന ഇല്ലാത്ത കടയോ ഒന്നും ഇല്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും കൂടുതൽ 1 വേകളുള്ളത് ടൗണാന്ന് തോന്നുന്നില്ലേ കട്ടപ്പന? ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്നതുണ്ടോ സെൻട്രൽ ജംഗ്ഷനായി. സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ നേരെ ഇടുക്കി കോട്ടയൊക്കെ പോകുന്ന റൂട്ടാണ്. ഇന്ന് തിരക്ക് കുറവാണ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൂടെ വരുന്ന ഒരു 1 വേ, താഴെ കൂടെ പോകുന്ന 1 വേ. കുറെ 1 വേകളാ. അതെ. അതുകൊണ്ട് ടൗണിൽ വലിയ ബ്ലോക്ക് ഇല്ലാതെ കടന്നു പോകും. കണ്ണാടി മേടിക്കാൻ കയറണ്ടേ? കണ്ണാടി മേടിക്കാനായിട്ട് നമുക്ക് അപ്പുറം ചെന്നിട്ട് കയറാം. ഇതിപ്പോൾ കണ്ടോ, ഇതാ ഇടുക്കി കവല. വലത്തോട്ട് തിരിഞ്ഞാൽ ഇടുക്കിക്ക് പോകും, ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം റൂട്ട്. ഇവിടുന്നല്ലേ നമ്മൾ അന്ന് എവിടെയാ പോയേ? കല്യാണത്തണ്ട്. കല്യാണത്തണ്ട്, കാൽവരിമുണ്ട്, ഇടുക്കിയൊക്കെ അതിലാണ് പോകുന്നത്. റൈറ്റ് സൈഡിൽ കേട്ടോ ലെൻസ് കാർട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ലെൻസ് കാർട്ടിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ടേ എനിക്കൊരു കണ്ണാടി വാങ്ങിച്ചോണ്ട് പോകാനാ. ഫാമിലിയിലേക്ക് പുതിയൊരു കണ്ണാടിയും കൂടെ വന്നേക്കുവാണ്. അതെ, ഇപ്പൊ 2ാമത്തെ അച്ഛമ്മച്ചി, അത് കഴിഞ്ഞ അച്ഛൻ. നിങ്ങൾക്കും പതുക്കെ കിട്ടിക്കോളും കേട്ടോ. അല്ല, ഇത് ഫേസ്ബുക്ക് നോക്കി ഇപ്പൊ ഫോണെ നോക്കാൻ വേണ്ടി മാത്രം മേടിച്ചേക്കുന്നത്. ഇപ്പൊ എങ്ങനെ വായിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇത്ര ഒക്കെ അടുപ്പിച്ച് പിടിക്കുമ്പോൾ കറക്റ്റ് നല്ലപോലെ കാണാം. പക്ഷെ ഇത് ഈ റീഡിങ് ഗ്ലാസ്സാ, റീഡിങ്ങിന് മാത്രമേ പറ്റത്തുള്ളൂ. യേശുവിന് ജ്യൂസ് വാങ്ങിക്കണമെന്ന്. ഏത് ജ്യൂസാ വേണ്ടേ? വലുതാ കേട്ടോ പോപ്പി. കൈക്കൂലി ഏതാ വേണ്ടേ? 7up മതിയോ? വലിയ 7up. നമ്മളിത് എവിടെയെന്നറിയോ കേശു? ഈ സ്ഥലം ഏതാണെന്നറിയോ? ഇതാണ് കാഞ്ചിയാറെന്നും പള്ളിക്കവലയെന്നും 2 പേരുണ്ട് ഈ സ്ഥലത്തിന്. ഇവിടെ നമുക്ക് ജ്യൂസ് വാങ്ങിച്ചിട്ട് എങ്ങോട്ട് പോകും? വീട്ടിലേക്ക്. കോപ്പി വരട്ടെ. അങ്ങനെ നമ്മൾ അമ്മയുടെ നാട്ടിൽ വന്നു കേട്ടോ. കോപ്പിക്ക് അറിയാവോടാ ഇവിടുത്തെ ഒരു കോളേജൊക്കെ ഉള്ളത് അറിയാമോ? അതെ, ആ കാണുന്ന കോളേജ് കോളേജ്. എന്റെ സ്കൂളിലൊക്കെ BA ടീച്ചർമാർ ഇവിടുന്ന് വരുന്നേ. ആണോ? ടീച്ചർമാർ ഇവിടുന്ന് അങ്ങോട്ട് വരുമോ? അതുപോലെ പഠിപ്പിക്കാൻ? ട്രെയിനിങ്ങിന് അല്ലേ? ഇതാണ് അമ്മയുടെ സ്വന്തം നാട്, ലബ്ബക്കട. അതെ, സ്വന്തം നാട്. ഇതിലെയൊക്കെയാണ് പഠിച്ചത്, നടന്നത്, വളർന്നതെന്നൊക്കെയാ പറഞ്ഞത്.
ഉള്ളതാണോ എന്തോ അല്ല, കളിച്ചത് നടന്നത് എല്ലാം ഉള്ളതായിരിക്കും, പഠിച്ചത് തെറ്റായിരിക്കും. അതെല്ലേ. നടന്നു പഠിച്ചിട്ടില്ല. ഇത് നമ്മൾ കയറി പോകുന്നതേ വീണ്ടും ഒരു വനത്തിന്റെ സൈഡിൽ കൂടെ കേട്ടോ. എല്ലാം ഒരു വനമയ ഇത്. അതായത് ഇതല്ലേ ഏറ്റവും നല്ലത്, പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിന്റെ താഴെ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ടല്ലേ, തേക്ക് പ്ലാന്റേഷൻ ഉണ്ട്. പിന്നെ ഫോറസ്റ്റുകാരുടെ ഈ മരത്തിന്റെ തൈയൊക്കെ ഉണ്ടാക്കുന്നല്ലേ, നല്ല ഏരിയ, ഇഷ്ടംപോലെ വെള്ളം ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ കൊറേ വേസ്റ്റ് ഇടുന്നുണ്ട്. അത് ഈ ആളുകള് നമ്മള് എവിടെ ചെന്നാലും കാണാം വേസ്റ്റ് നശിപ്പിക്കുക സ്ഥലങ്ങൾ. അത് വരുന്ന ആൾക്കാർ നല്ലപോലെ ബോധവാന്മാരാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. പിന്നെ ഒരു വേസ്റ്റ് ബിൻ പോലും ഇല്ല. വേസ്റ്റ് ബിൻ വെച്ചെന്ന് പറഞ്ഞാലും അതിന്റെ അകത്തൊരു വില അല്ല, അങ്ങനെ ശീലിപ്പിക്കണം. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ അങ്ങനെ ഇടുവോ, വലിച്ചെറിയുവോ? നമ്മളെ വണ്ടിക്കകത്തല്ലേ വെക്കുന്നത്. അതെന്തുകൊണ്ട് അത് ആ ചെറുപ്പം പോലെ അങ്ങനെ പഠിപ്പിച്ചോണ്ടല്ലേ. അങ്ങനെ പഠിച്ചാലേ നമ്മൾ ഒരു സാധനം വലിച്ചെറിയാതിരിക്കത്തുള്ളൂ. ആ യൂസ് ആൻഡ് ത്രോ എന്നുള്ള പരിപാടി മാറ്റിയിട്ട് നമ്മൾ വേസ്റ്റ് എടുത്ത് ഇടുകയല്ലെന്ന് നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിക്കണം. അത് നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്യണം. അങ്ങനെ നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ. അല്ലാതെ ഉദ്യോഗസ്ഥരോ സർക്കാരോ എത്ര വിചാരിച്ചാലും ജനങ്ങൾക്ക് ബോധമില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള തലമുറയെ അങ്ങനെ പഠിപ്പിച്ച് ശീലിപ്പിച്ച് കൊണ്ടുവരണം. കഴിഞ്ഞ ദിവസം മീനു കോട്ടയത്ത് നിന്ന് മീനുവേ ലക്ഷദ്വീപ് ട്രിപ്പിന് പോയായിരുന്നു. അപ്പൊ അവര് മറ്റേ ട്രാവൽ ഏജൻസി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പിലാ പോയത്. 30 പേരും കണ്ടുണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പായിട്ട് പോയത്. അവള് പറയുക ലക്ഷദ്വീപ് എത്ര കണ്ടാലും മതിയാകുകയല്ലെന്ന്, അത്ര ക്ലീൻ ആണെന്ന് പറഞ്ഞു. ഫുള്ള് ഒരു വേസ്റ്റും ഇല്ല, ഒരു സാധനവും ഇല്ല. ഒരു മുട്ടായി കടലാസ് പോലും കടലിൽ ഇടാനൊന്നും അവിടെ ഉള്ള ആൾക്കാർ സമ്മതിക്കുകയില്ല. അഥവാ നമ്മൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവരപ്പൊ തന്നെ അതെടുത്ത് ക്ലീൻ ആക്കുമെന്ന് പറഞ്ഞു. സമ്മതിക്കത്തേ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഭംഗിയാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി കാണണോന്ന് അവിടെ. നമുക്കൊരു ട്രിപ്പ് പോയാലോ? 2 മാസം കഴിഞ്ഞാൽ അല്ലടാ കുഞ്ഞി, എന്നാന്നറിയോ, ഇവളെ അവള് ചാക്കിട്ട് വെച്ചിട്ടുണ്ട്, ലേഡീസ് ഉള്ളി പോകാന്ന്. അവള് പറഞ്ഞു നിങ്ങള് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറഞ്ഞേക്കുന്നത്. ഞങ്ങള് പണി തരാം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. കേശു പോകുന്നുണ്ടോ അതോ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരുവാണോ? കേശുവോ? വീട് കണ്ടപ്പം പോകുന്നുണ്ടെന്ന്. അതെല്ലേ. അപ്പൊ കേശുവിന് വല്ല ഫുഡും വല്ലതും കാണൂടാ? പിന്നെ ഇല്ലേ? അത് ഇവിടെ ആരും ഇല്ല കേട്ടോ. അമ്മമ്മ ഒരു ചേച്ചി മരിച്ചിട്ടുണ്ട് അപ്പുറത്ത്. അപ്പം മരിച്ചടക്കിന് പോയേക്കും. അച്ചാസം മാത്രമേ ഉള്ളൂ. എല്ലാരും മരിച്ചടക്കിന് പോയി. ഇവൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടോ? അവൻ അച്ചാസനുള്ള പണിയും കൊണ്ട് വന്നതാ, ബാറ്റ് കളിക്കാൻ, ഷട്ടിൽ ബാറ്റ് കളിക്കാൻ. അച്ചാച്ചനെ അവിടുന്ന് ബാറ്റ് എടുത്തോണ്ട് വന്നു. അച്ചാച്ചനെ കൂട്ടി ബാറ്റ് കളിക്കണമെന്നും പറഞ്ഞു. അപ്പൊ വെക്കേഷൻ കഴിഞ്ഞു കേട്ടോ. അടുത്ത വെക്കേഷന് കാണാം. പെട്ടിയും കിടക്കൊക്കെ കണ്ടാൽ തോന്നുന്നു 1 മാസമായി പോയിട്ടല്ലേ. അമ്മമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ കേട്ടോ പോയത്. ചോറ്, ഇത് മീൻകറി, പിന്നെ നത്തോരി തോരൻ, അടിപൊളി. പിന്നെ പപ്പടം വറുത്തത്. പപ്പടം ഉണ്ട്. പപ്പടം പിന്നെ ഇവിടെ എന്നും ഉണ്ട്. മീൻ വറുത്തത് ഇനിയുണ്ട്. കോവയ്ക്ക മെഴുക്കുവരട്ടി, പെട്ടെന്ന് വിളമ്പ്. മോരുകറി, ചിക്കൻ കറി ഇരിപ്പുണ്ടെന്ന്. ഇത് മതിയായിരിക്കും അല്ലേ? അതോടെ ഇത് കൂട്ടി കഴിക്കാം. എങ്ങനെയുണ്ട് കുഞ്ഞി അമ്മമ്മയുടെ കറികൾ? അത് കണ്ടോ കുഞ്ഞിന്റെ അപ്പുറത്തൊരാൾ വന്നിരിക്കുന്നേ. എല്ലാം കിട്ടുമെന്ന് നോക്കിയിരിക്കുന്നത്. കുഞ്ഞിക്ക് അതിനെ കണ്ടപ്പോൾ പോലും പേടിയാൻ തോന്നുന്നു. കേശുവിനെ കാണുന്നിടം വരെ സ്വൈര്യമായിട്ടിരിക്കുവായിരുന്നു. കേശുവിനെ കണ്ടപ്പോഴേ ചാടി രക്ഷപ്പെട്ടല്ലേ. മീൻകറി സൂപ്പറാട്ടോ. ആണോ? മീൻകറി, മീൻ പീര അടിപൊളി ടേസ്റ്റാ. കേശുവേ, ഞങ്ങള് പോവുക കേട്ടോ. എന്നാ വരുന്നേ അടുത്ത? അച്ചാച്ച വഴക്കുണ്ടാക്കുവാണെങ്കിൽ അങ്ങോട്ട് വരാന്നോ? ടാറ്റാ. നാളെ സ്കൂളിൽ പോണേ. നമ്മൾ തിരിച്ചു വന്ന വഴിക്കേ കുഴുത്തോള് വന്നപ്പോഴത്തേക്കിനും അവിടുത്തെ പള്ളിയിലെ പെരുന്നാളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. പെരുന്നാളൊക്കെ തുടങ്ങി കേട്ടോ. അതെ, ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെ ഒക്കെ നാളാ. വിളിക്കാൻ തുടങ്ങിയല്ലേ? അതെ, വിളിക്കാൻ തുടങ്ങി. ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ ഇനി എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും ആയിരിക്കും. അമ്മയ്ക്ക് ഉഴുന്നുവടയാ ഏറ്റവും ഇഷ്ടം. മറ്റേ പാക്കറ്റിൽ കിട്ടത്തില്ലേ?
അതും ഇഷ്ടമാ. പിന്നെ ഇങ്ങനെ ആള് കൂടുന്ന പെരുന്നാൾ ഉത്സവമൊക്കെ കൂടി ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പരിപാടിയും കടയിലൊക്കെ കയറിയിട്ട് മറ്റേ പൊട്ടും വളയും ചാന്തും ഒക്കെ എടുക്കും. വാങ്ങിക്കാനല്ല, കാണാൻ. കാണുകയുള്ളൂ, വില ചോദിക്കും. അതെ. ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ.